സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ആരെയും പരിഭ്രാന്തപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഗൾഫിൽ നിന്നുള്ള പല സുഹൃത്തുക്കളുടെയും വീഡിയോസ് ഞാൻ കണ്ടു. ഗൾഫിലുള്ള പല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. ഗൾഫിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്ന് അറിഞ്ഞു. പല ന്യൂസ് ഏജൻസികളും റിപ്പോർട്ടറുകളിലും വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പല ഇൻഫ്ലുവൻസർമാരുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാത്രി വളരെയധികം നിർണായകമാണ്. കാരണം ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറെ ഖമേനിയെ നഷ്ടപ്പെട്ട രാത്രിയാണ്. മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ വൻ നഷ്ടമാണ് ഇറാൻ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഖമേനിയുടെ കൊട്ടാരമാണ് അവർ ബോംബിട്ട് നശിപ്പിച്ച് അദ്ദേഹത്തെ കൊന്നത്. കാരണം ഖമേനിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഖമേനിയെ കൊല്ലുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഏതൊരു രാജ്യത്തിന് പ്രധാനമന്ത്രിയാണെങ്കിലും ഏതൊരു രാജ്യത്തിന്റെ ലീഡറാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ വെല്ലുവിളിയൊക്കെ നേരിട്ട് നിൽക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സുരക്ഷിതമായിരിക്കും. കാരണം അവരുടെ വീടുകളിൽ തന്നെ അവർക്ക് ബങ്കറുകൾ ഉണ്ടാവും, അവരുടെ കൊട്ടാരത്തിൽ തന്നെ അവർക്ക് ബങ്കറുകൾ ഉണ്ടാവും. അതൊന്നും സാധാരണ മിസൈൽ കൊണ്ടോ ഫൈറ്റർ ജെറ്റ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ മിസൈൽ അല്ലെന്നുണ്ടെങ്കിൽ ബോംബ് കൊണ്ടൊന്നും ഇത് ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിപ്രഹരശേഷിയുള്ള ബോംബുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വർഷിപ്പിച്ചുകൊണ്ടാണ് ആ കൊട്ടാരം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഭൂമി, അവരുടെ ആ ഒരു കൊട്ടാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വീട് നശിപ്പിക്കുന്നത്. കാരണം ഖമേനിയെ കൊന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൊട്ടാരം കംപ്ലീറ്റ് അവിടുന്ന് ശൂന്യമാക്കി കളഞ്ഞിട്ടാണ് ഖമേനിയെ കൊല്ലുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഖമേനിയെ കൊല്ലാൻ സാധിക്കില്ല. സാധാരണ ഒരു ബോംബോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസൈൽ ഇട്ട് കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ ആ ബിൽഡിങ്ങിന്റെ പകുതിയെങ്കിലും നശിച്ചു പോവുകയുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ് അവിടെ നിന്ന് നശിപ്പിച്ച് ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലാതെ ഒന്നും നോർമലായിട്ടൊന്നും ഒരിക്കലും ഖമേനിയെ കൊല്ലാൻ സാധിക്കില്ല. കാരണം അത്രക്കും സ്മാർട്ടായിട്ട് ഇന്റലിജൻസ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രവൃത്തി. കാരണം ഈ ഒരു ഓപ്പറേഷൻ അമേരിക്ക ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ടും വളരെ ഇന്റലിജൻസോട് കൂടിയിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനം അവർ നിറവേറ്റി. അതിനുശേഷം രാത്രി വൈറ്റ് ഹൗസിൽ വന്നുകൊണ്ട് ട്രംപ് പ്രസ് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇങ്ങനെ ഖമേനിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമേരിക്ക നടത്തുന്ന ഓരോ സ്റ്റെപ്പും വളരെ ആക്യുറേറ്റും വളരെ ഇന്റലിജൻസോട് കൂടിയിട്ടും സ്മാർട്ടായിട്ടാണ് അവർ ഈ ഒരു ഓപ്പറേഷൻ ഏറ്റെടുത്തേക്കുന്നത്. ഇസ്രായേലുമായിട്ട് സംയുക്തമായിട്ട് ഈ ഒരു വാർ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും ഇറാനില്ല. കാരണം ഇറാന് ജിയോഗ്രഫിക്കലി വലുതാണെന്നുണ്ടെങ്കിലും ആയുധശേഷിയുടെ കാര്യത്തിൽ ഇറാന്റെ അടുത്തുള്ളത് അത്ര ന്യൂതനമായിട്ടുള്ള ആയുധങ്ങളൊന്നുമല്ല. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് മറ്റു റഷ്യയുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ചൈനയുടെ അടുത്തു നിന്നൊക്കെയുള്ള ആയുധങ്ങളൊക്കെയാണ് ഇറാന്റെ അടുത്തുള്ളത്. പിന്നെ ഇറാന്റെ അടുത്ത് ഇറാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ് ഒക്കെ. പക്ഷെ അമേരിക്കയുടേത് അങ്ങനെയല്ല. അമേരിക്കയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈടെക് എക്യുപ്മെന്റുകളാണ് അവരുടെ കയ്യിലുള്ളതെല്ലാം. എല്ലാം സൂപ്പർസോണിക് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ തന്നെ ഹൈടെക് ഡിഫൻസ് സിസ്റ്റമാണ് അമേരിക്ക യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ UAE പോയി കഴിഞ്ഞാലും ദുബായി കൂടെ പോയി കഴിഞ്ഞാലും അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റമാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് സംഭവിച്ചാൽ തന്നെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ UAE ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം വേൾഡ് നമ്പർ 1 സേഫസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്നതിന് UAE അബുദാബി സിറ്റിയാണ്. കാരണം അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിലൊന്നും ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു ഡ്രോൺ ആക്രമണമൊന്നും ഒരിക്കലും നടക്കില്ല. നടന്നാൽ തന്നെ അതിനൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഡിഫൻസ് സിസ്റ്റം അവിടെ ഉണ്ട്, ആൾറെഡി അവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ 2, 3, 8, 10, 20, 30 ഡ്രോണും മിസൈലും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ നമുക്കതിൽ ഒരു 10-20 ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിൽ 1-2 ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഡിഫൻസ് സിസ്റ്റത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇതല്ല, അതിങ്ങനെ ഒരുപാട് വരുന്നത് കൊണ്ട് 1-2 ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ അടുത്ത് മുന്നറിയിപ്പ് സൈലം തരുന്നതും മൊബൈൽ അലർട്ട് തരുന്നതും പൊതുജനങ്ങൾ പുറത്ത് അനാവശ്യമായിട്ട് ഇറങ്ങരുത്, അതുപോലെ തന്നെ ക്രൗഡായിട്ടുള്ള ഏരിയകൾ പോകരുത് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ UAE 3 ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ ഒരു സ്ഥിതിയിൽ ഈ യുദ്ധം എവിടെയും എത്തി നിന്നിട്ടില്ല. ഈ യുദ്ധം വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാന്റെ പ്രധാനപ്പെട്ട ലീഡറെയാണ് ആയത്തുള്ള അൽ ഖമേനിയെ കൊന്നു. അപ്പോൾ ഇവിടെ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. പക്ഷേ യുദ്ധം തുടരുമോ ഇല്ലയോ ഇന്നത്തെ രാത്രി കൊണ്ട് നമുക്കറിയാൻ പറ്റും. ഇറാനിലെ ഭരണാധികാരികൾ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധം ഇവിടെ ചർച്ചയിലൂടെ ഇവിടെ അവസാനിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇറാനിന്റെ
അത്രയും പ്രധാനപ്പെട്ട ഒരാളെ വധിച്ചതുകൊണ്ട് അവർ അതിൻ്റെ റിവെഞ്ച് ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൾഫിൽ പല ഇടങ്ങളിലും വർക്ക് ഫ്രം ഹോം കൊടുത്തത്. അതുപോലെ CBSE സ്കൂൾ എക്സാം ഒക്കെ മാറ്റിവെച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് GCC കൺട്രികളിലൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വണ്ടി ഓടിക്കുന്നതിനൊന്നും ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ശരിയാണ്, നിങ്ങൾ അവിടെ ഡ്രൈവ് ചെയ്യുന്നതിന് അവരവിടെ റെസ്ട്രിക്ഷൻസ് വെക്കില്ല. റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ പാനിക്കായി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? കാരണം കൂടുതലും എക്സ്പാട്രിയേറ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? കാരണം അവിടുത്തെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതലും എക്സ്പാട്രിയേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ എക്സ്പാട്രിയേറ്റിന് നമ്മൾ പാനിക്കാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെയും അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം കൊടുത്തേക്കുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം കൊടുക്കാനൊരു കാരണമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ നമുക്ക് വർക്ക് ഫ്രം ഹോം തരില്ല. ഇതിന് ചെറിയ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ഫ്രം ഹോം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പരീക്ഷകളെല്ലാം മാറ്റി വെച്ചേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് അവിടെ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വെക്കാത്തത് പൊതുജനങ്ങൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഞാൻ 1-2 വീഡിയോസിലെല്ലാം കണ്ടു, അയാളുടെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എയർപോർട്ടിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ അവിടെ റൂമിൽ ഒറ്റക്കാണ്. കൂട്ടുകാരന് പേടിയാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകുന്ന ഒരു പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ പറയുന്നു, ഈ സമയത്ത് നമുക്ക് പുറത്തൊന്നും പോകണ്ട, നമുക്ക് റൂമിൽ ഇരുന്നിട്ട് നോമ്പ് തുറക്കാമെന്നുള്ള ഒരു ചർച്ചയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ പുക പൊന്തുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ പുകയെല്ലാം വീഡിയോ ദൃശ്യത്തിൽ അവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഡ്രോണുകളൊക്കെ വരുന്ന ആ ഒരു ലൈറ്റൊക്കെ അവർ വീഡിയോയിൽ ചില ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുന്നതായി കണ്ടു. അതാണ് പറഞ്ഞത്, അവിടെ ഒരു സമാധാന അന്തരീക്ഷമല്ല. പുക പൊന്തുന്നുണ്ട്, ഡ്രോണിന്റെ ലൈറ്റ് വരുന്നുണ്ട്, മിസൈലിന്റെ ലൈറ്റ് കാണുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് മനസ്സിലാക്കാം. എന്നിട്ടും സാധാരണ ജനങ്ങളെ അവിടെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. കാരണം ജനങ്ങളെ പാനിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അത് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അവിടെ ഒരു പ്രശ്നമില്ല, ഭയങ്കര സമാധാനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മുടെ സ്വന്തം തലയിൽ അല്ലെങ്കിൽ കാലിന്റെ ചുവട്ടിൽ ബോംബ് വന്ന് വീഴുന്നത് വരെ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. പറയുന്ന ഞാനാണെന്നുണ്ടെങ്കിൽ ഏത് ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ചുവട്ടിലോ നമുക്ക് തലന്റെ മുകളിലോ ബോംബ് വന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരു മിസൈൽ വന്ന് ഡ്രോൺ വന്ന് വീഴുന്നത് വരെ നമ്മൾ ഇത് റിയലൈസ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അപ്പം അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ട് നിൽക്കുക. കാരണം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു ടെൻഷൻ അടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിലായിരിക്കും പലപ്പോഴും നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ബാച്ചിലർ റൂമിലൊക്കെ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് പേടിക്കും. കാരണം ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഡോർ തുറന്ന് നമുക്ക് ഓടാൻ പറ്റും. പക്ഷേ ഗൾഫിൽ അങ്ങനെയല്ല. ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35ഉം 40 നിലകളിലുള്ള കെട്ടിടം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും മിനിമം 20ഉം 25ഉം 30ഉം ഒക്കെ നിലകളിലുള്ള ബിൽഡിങ്ങുകളായിരിക്കും. വലിയ ഫ്ലാറ്റ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ മിഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ലിഫ്റ്റ് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് ഭയങ്കര റഷ് ആയിട്ട് പോകും. എല്ലാവരും ലിഫ്റ്റിൽ നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലോർക്ക് ലിഫ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ അപ്സ്റ്റെയറിലൂടെ പോകാൻ വിചാരിക്കും. ആ സമയത്ത് ചിലപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്ന സമയത്ത്, ഓടുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ മുൻകൂട്ടി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലെ ഉള്ള ഒരു പ്രവാസ ജീവിതം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊന്നും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഗൾഫിലുള്ള ഒരു പ്രവാസ ജീവിതം എന്നൊക്കെ പറയുന്നത് കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാസ ലോകത്തോട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ദിവസം എന്തോറും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഓടുന്നതും അല്ലാതെ ഓഫീസിലോട്ട് മെട്രോയിലൂടെ പോകുന്നതും ബസ്സിലൂടെ സഞ്ചരിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും അതുപോലെ സ്വപ്നങ്ങളും പൂവണിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമസമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെയധികം വ്യാകുലതപ്പെടുത്തുന്നത് തന്നെയാണെന്ന് അറിയാം. സ്വന്തമായിട്ട് എനിക്കറിയാം. അതിലുപരി നിങ്ങൾ അതിലേറെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരിക്കും. പക്ഷെ പുറത്ത് നമ്മൾ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷേ എങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭീതി ഉണ്ടാവും. കാരണം നമ്മൾ പലപ്പോഴും ഡേ ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ടാളസ്റ്റായിട്ട് ബിൽഡിങ്ങിൻ്റെ ടവറിൻ്റെ മുകളിലൊക്കെ ഇരുന്നു കൊണ്ടേയിരിക്കും നമ്മൾ പല ഓഫീസ് ജോബും ചെയ്യുന്നത്. ആ സമയത്തൊക്കെ അവിടെ ഒരു ഡ്രോൺ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഇമാജിനേഷനൊക്കെ ചെയ്തു പോകും ചില ആൾക്കാർ. എല്ലാവരും അങ്ങനെയാണെന്നില്ല കേട്ടോ, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. കാരണം അവിടുത്തെ US ഡിഫൻസ് സിസ്റ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. ഗൾഫിൽ ഇന്നേ വരെ ഒരു പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഒരു നടക്കുന്നത്. ഇത്രയധികം ഭീതി പരത്തുന്നത്. കാരണം ഇത് വലിയ ആളഭയങ്ങളൊന്നും
എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഈ ക്യാമ്പുകളെയാണ് ലക്ഷ്യമിടുന്നത്. ഈ ഇറാൻ ലക്ഷ്യമാക്കുന്നത് അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പുകളും അതുപോലെ തന്നെ ഡിഫൻസ് സിസ്റ്റത്തെയാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടലും കത്തലും അതുപോലെ തന്നെ ലൈറ്റും പുകയും ഒക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം എല്ലാം വളരെ സെക്യൂറാണ്, സേഫാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. നാട്ടിലുള്ള ആൾക്കാരാവുന്ന സമയത്ത് അവർക്ക് ബേജാറായിരിക്കും. മോന് അല്ലെന്നുണ്ടെങ്കിൽ മോള്, ഫാമിലി, അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള അച്ഛനൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, നേഴ്സ് ഉണ്ടാവും, ഓഫീസ് വർക്ക് ചെയ്യുന്ന, സൂപ്പർ മാർക്കറ്റിൽ, കഫറ്റേരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ടാവും, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പണിയെടുക്കുന്നവർ. അവരെ കുറിച്ചൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും വീട്ടിലുള്ളവർക്ക്. അപ്പോൾ ഒരുവിധം ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ ആരും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് ഫേക്ക് ന്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക. എല്ലാ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അവരെ സംസാരിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ മാസത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ് പ്രവാസികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓഫീസുകളും നേരത്തെ അവരുടെ ഡ്യൂട്ടി കഴിയും, അവർ നേരത്തെ റൂമിലെത്തും. അപ്പോൾ അവർക്ക് കൂടുതൽ ടൈം അവരുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവർക്ക് പുറത്ത് ഔട്ടിങ്ങിന് പോകാനും പർച്ചേസ് ചെയ്യാനും ഷോപ്പിങ്ങിനും എല്ലാ ആക്ടിവിറ്റീസിനും അനുയോജ്യമായിട്ടുള്ളൊരു നല്ലൊരു മാസമാണ് ഗൾഫ് മേഖലയിലെ റമസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റമദാൻ മാസത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രവാസികളും കൂടുതലും അവർ സേവ് ചെയ്യുന്നതും റമദാൻ മാസത്തിലാണ്. കാരണം അവർക്ക് റമദാൻ മാസമായി കഴിഞ്ഞാൽ 30 ദിവസം ഭക്ഷണം അവരും നോമ്പെടുക്കും. ചില പ്രവാസികളൊക്കെ നോമ്പെടുക്കുന്നതായിട്ട് ഹൈന്ദവ മതത്തിലുള്ളവരും മറ്റുള്ള ക്രിസ്ത്യൻ മതത്തിലുള്ളവരൊക്കെ നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് രാവിലെ പലപ്പോഴും പ്രവാസികൾ എഴുന്നേൽക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ചില പ്രവാസികൾ ഓഫീസിൽ പോകുന്നത്. പിന്നീട് അവർക്ക് ഉച്ചക്ക് ചില ഹോട്ടൽ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടാവില്ല അവിടുത്തെ ഒരു നിയമം അനുസരിച്ച്. പക്ഷേ ചില പ്രവാസികൾ നോമ്പെടുക്കും. എന്നിട്ട് അവർ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഫുഡ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ട് കഴിക്കും. അപ്പോൾ ഈ പ്രവാസികൾക്ക് ഈ ഒരു മാസത്തെ ഈ ഫുഡിൻ്റെ എക്സ്പെൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫുഡിൻ്റെ എക്സ്പെൻസ് ഒരു 200, 300, 400, 500 റിയാലോ ദിർഹംസോ അവർ സേവ് ചെയ്തിട്ട് വെക്കും. അതും കൂടെ അവർ അടുത്ത മാസം പെരുന്നാളാകുമ്പോഴത്തേക്കും നാട്ടിലോട്ട് അയക്കുന്ന ഒരു പതിവാണ് പൊതുവെ പ്രവാസികൾ ചെയ്യാറുള്ളത്. ചില പ്രവാസികളാണ് ഞാൻ പറഞ്ഞത്, സാധാരണ പ്രവാസികളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന പ്രവാസികളോ അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന പ്രവാസികളുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു സാധാരണ ഒരു പ്രവാസി ഫസ്റ്റായിട്ട് ഗൾഫ് ജീവിതത്തിലോട്ട് വരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു ഇതാണിത്. അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സുവർണാവസരമാണ്. കാരണം അത്രയ്ക്കും നല്ലൊരു മാസമാണ് റമദാൻ മാസം. നമുക്ക് ഡ്യൂട്ടി അവേഴ്സ് കുറവാണ്, വർക്കിംഗ് അവർ കുറവാണ്, നമുക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്, ഫെബ്രുവരി മാർച്ച് മാസം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു യുദ്ധഭീതിയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം മാനസികപരമായിട്ട് വളരെയധികം സംഘർഷമുള്ള ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭീതിയെല്ലാം പോയിട്ട് നല്ലൊരു ക്രമസമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലോട്ട് വരട്ടെ. എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്ന് നല്ല ഒരു ഡിസിഷൻ എടുത്തിട്ട് നല്ലൊരു ഇതിൽ മുന്നോട്ട് പോകട്ടെ. സാധാരണ അവിടുത്തെ ജീവിതം സാധാരണ ഗതിയിലോട്ട് എത്തട്ടെ. അവിടുത്തെ ജീവിതം സാധാരണ ഇതിലോട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാവർക്കും പേടിയില്ലാതെ ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാനുള്ള ആ പഴയ പോലെ തന്നെ നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീതി നമ്മുടെ മുന്നിൽ നിന്ന് പോകട്ടെ. പെരുന്നാളാകുമ്പോഴത്തേക്കും യുദ്ധത്തിൻ്റെ ഈ ഒരു ഭീതിയെല്ലാം പോയി എത്രയും പെട്ടെന്ന് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ നല്ല സന്തോഷമുള്ള വാർത്തകൾ വരട്ടെ. കാരണം ഇറാനിൻ്റെ സുപ്രീം ലീഡർ അൽ ഖമേനിയെ വധിച്ചത് കൊണ്ട് നമുക്ക് ചെറിയൊരു ഭയം എന്നല്ല, കാരണം ഇറാൻ ഏത് രീതിയിലായിരിക്കും റീറ്റാലിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് അതിനെ എങ്ങനെയാണ് അവർ റിവെഞ്ച് ചെയ്യുന്നത്, അവരുടെ ഡിഫൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെങ്ങനെയാണ് ഇതിൻ്റെ റിവെഞ്ച് തീർക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിന്ന് കണ്ടതാണ്. കാരണം ഖമേനിയുടെ ആ ഒരു ഫ്യൂണറലിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഒത്തുചേർന്നിട്ട് ഒരുപാട് കാരണം പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ ഒരു റീജിയണൽ ഫ്ലാഗൊക്കെ ഉയർത്തിക്കൊണ്ട് അവർ ഒരുപാട് നേരം അവിടെ നമ്മൾ കണ്ടതാണ് പല ന്യൂസ് ചാനലും ലൈവായിട്ട്. അതുകൊണ്ട് 40 ദിവസം ഇറാനിൽ ഒരു മൗന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഒരു 40 ദിവസം കഴിഞ്ഞാലായിരിക്കുമോ അതോ അതിനു മുമ്പ് തന്നെ അവരെന്തെങ്കിലും പ്രതികാരം വീട്ടുമോ അല്ലെങ്കിൽ ഇപ്പം തന്നെ അവർ ചർച്ചയ്ക്ക് തയ്യാറാകുമോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ കുത്തിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവർക്കും ഒരു സമാധാനമുള്ള ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.